ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് ഇയർ BSc നഴ്സിംഗിലെ OBGയിലുള്ള പ്ലാസന്റ പ്രീവിയ എന്ന ടോപ്പിക്കാണ്. ഡെഫിനിഷൻ D.C.Duttയുടെ ഡെഫിനിഷനാണ് ആദ്യം വരുന്നത്. പ്ലാസന്റ ഈസ് ഇംപ്ലാന്റഡ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ഓവർ ദി ലോവർ യൂട്രൈൻ സെഗ്മെന്റ് ഓവർ ഓർ അഡ്ജസന്റ് ടു ദി ഇന്റേണൽ ഓസ്. ഇറ്റ് ഈസ് കോൾഡ് പ്ലാസന്റ പ്രീവിയ. അതായത് പ്ലാസന്റ ഒന്നുകിൽ പകുതിയോളം അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ലോവർ യൂട്രൈൻ സെഗ്മെന്റിൽ ഇംപ്ലാന്റ് ആയി കിടക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഈ ഒരു പ്ലാസന്റ പ്രീവിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പ്ലാസന്റ നോർമലി മുകളിലാണ് കാണപ്പെടുന്നത്, പക്ഷേ പ്ലാസന്റ പ്രീവിയയുടെ കേസിൽ താഴെ ലോവർ യൂട്രൈൻ സെഗ്മെന്റിൽ കാണപ്പെടും. അടുത്തതായിട്ട് 2009 ഹൾ ആൻഡ് റെസ്നിക് നൽകിയിട്ടുള്ള ഡെഫിനിഷനാണ്. ഇൻ പ്ലാസന്റ പ്രീവിയ ദി പ്ലാസന്റ ഈസ് ഇംപ്ലാന്റഡ് ഇൻ ദി ലോവർ യൂട്രൈൻ സെഗ്മെന്റ്. ഈ പ്ലാസന്റ പ്രീവിയയിൽ പ്ലാസന്റ ലോവർ യൂട്രൈൻ സെഗ്മെന്റിൽ ഇംപ്ലാന്റ് ആയി കിടക്കും. സച്ച് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി കവർ ദി സെർവിക്സ്. സെർവിക്സിനെ പകുതിയോളമോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ആയിട്ടോ കവർ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഓർ ഈസ് ക്ലോസ് ഇനഫ് ടു ദി സെർവിക്സ്, സെർവിക്സിനോട് ഭയങ്കര അടുത്തായിട്ടോ കാണപ്പെടും. ഓക്കെ, ഇത് കാരണം സെർവിക്സ് ഡയലേറ്റ് ആകുമ്പോഴോ അല്ലെങ്കിൽ ലോവർ യൂട്രൈൻ സെഗ്മെന്റ് എഫേസ് ചെയ്യുമ്പോഴോ അവിടെ ബ്ലീഡിങ് ഉണ്ടാകുന്നത്. അടുത്തത് ഇൻസിഡൻസ്. പ്ലാസന്റ പ്രീവിയ ഉള്ള ആൾക്കാരെ നോക്കുകയാണെങ്കിൽ അതിൽ 80% മൾട്ടിപാരസ് വുമൺ ആയിരിക്കും, അതായത് രണ്ടാമത് പ്രസവിക്കുന്ന ആൾക്കാരായിരിക്കും. ഇൻസിഡൻസസ് ഇൻക്രീസ്ഡ് ബിയോണ്ട് ദി ഏജ് ഓഫ് 35. 35 വയസ്സിന് ശേഷം ഇതിന്റെ ഇൻസിഡൻസ് കൂടുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഹൈ ബർത്ത് ഓർഡർ പ്രഗ്നൻസീസ്, മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ്, ഇതൊക്കെ ഈ ഒരു ഇൻസിഡൻസ് കൂടാൻ കാരണമാക്കുന്നുണ്ട്. 1000 പ്രഗ്നൻസീസ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 4 മുതൽ 5 വരെ ആൾക്കാരിൽ ഈ ഒരു പ്ലാസന്റ പ്രീവിയ കാണുന്നുണ്ട്. ഇനി റിസ്ക് ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തത് മൾട്ടിപാരിറ്റി, ഒന്നിലധികം പ്രസവിക്കുന്നത്, ഇൻക്രീസ്ഡ് മെറ്റേണൽ ഏജ്, അമ്മയുടെ പ്രായം കൂടി വരുന്നത്, പിന്നെ ഹയർ ആൾട്ടിറ്റ്യൂഡ്, ഉയരങ്ങളിൽ താമസിക്കുന്നവര്, ഹിസ്റ്ററി ഓഫ് പ്രീവിയസ് സ്കാർ ഇൻ ദി യൂട്രസ്, യൂട്രസിൽ മുമ്പ് വല്ല സ്കാർസ് ഉണ്ടായിട്ടുള്ളതിന്റെ ഹിസ്റ്ററി, പിന്നെ സ്മോക്കിംഗ്, പുകവലി. അടുത്തത് ടൈപ്സ് ആണ്. 4 ടൈപ്പാണ് ഉള്ളത്. പ്ലാസന്റ ലോവർ സെഗ്മെന്റിനോട് എത്രത്തോളം അടുത്താണ് കിടക്കുന്നത് എന്ന് ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫിക്കേഷൻ നടന്നിട്ടുള്ളത്. ടൈപ്പ് 1 ലോ ലൈങ്, ടൈപ്പ് 2 മാർജിനൽ, ടൈപ്പ് 3 ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ പാർഷ്യൽ സെൻട്രൽ, ടൈപ്പ് 4 സെൻട്രൽ ഓർ ടോട്ടൽ എന്നിങ്ങനെ 4 ടൈപ്പാണ് ഉള്ളത്. ക്ലിനിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് പ്ലാസന്റ പ്രീവിയനെ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. 2 ആയിട്ടാണ്, മൈൽഡ് ഡിഗ്രിയും മേജർ ഡിഗ്രിയും. മൈൽഡിൽ വരുന്നത് ടൈപ്പ് 1ഉം പിന്നെ ടൈപ്പ് 2 ആൻറ്റീരിയറും ആണ്. മേജറിലാണെങ്കിൽ വരുന്നത് ടൈപ്പ് 2 പോസ്റ്റീരിയറും ടൈപ്പ് 3യും ടൈപ്പ് 4ഉം ആണ്. ടൈപ്പ് 1 ലോ ലൈങ് ആണ്. പ്ലാസന്റ താഴേക്കെത്തും, പക്ഷേ ഇന്റേണൽ ഓസിനെ ടച്ച് ഒന്നും ചെയ്യത്തില്ല കേട്ടോ. രണ്ടാമത്തത് ടൈപ്പ് 2 അല്ലെങ്കിൽ മാർജിനൽ ആണ്. പ്ലാസന്റ റീച്ചസ് ദി മാർജിൻ ഓഫ് ഇന്റേണൽ ഓസ്. ഇന്റേണൽ ഓസിന്റെ മാർജിൻ വരെ എത്തും, പക്ഷേ അത് ഒരിക്കലും ഇന്റേണൽ ഓസിനെ കവർ ചെയ്യത്തില്ല. അടുത്തത് ടൈപ്പ് 3 ഇൻകംപ്ലീറ്റ് ഓർ പാർഷ്യൽ സെൻട്രൽ. പ്ലാസന്റ കവേഴ്സ് ദി ഇന്റേണൽ ഓസ് പാർഷ്യലി, അതായത് കവേഴ്സ് ദി ഇന്റേണൽ ഓസ് വെൻ ക്ലോസ്ഡ് ബട്ട് ഡസ് നോട്ട് എൻറ്റയർലി ഡൂ സോ വെൻ ഫുള്ളി ഡയലേറ്റഡ്. ഈ ഒരു ഇന്റേണൽ ഓസ് ക്ലോസ് ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു ഇന്റേണൽ ഓസിനെ ഫുള്ളായിട്ട് ഈ ഒരു പ്ലാസന്റ കവർ ചെയ്യും, പക്ഷേ ഇത് ഇന്റേണൽ ഓസ് ഡയലേറ്റ് ആയി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത് ടൈപ്പ് 4. ഇപ്പോഴും ഇന്റേണൽ ഓസ് ഫുള്ളി ഡയലേറ്റഡ് ആയാലും പ്ലാസന്റ കംപ്ലീറ്റ്ലി ഇന്റേണൽ ഓസിനെ കവർ ചെയ്ത് കിടക്കും. അടുത്തത് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ്. ആദ്യത്തേത് സിംറ്റംസ് ആണ്. അതിലാദ്യം വരുന്നത് വജൈനൽ ബ്ലീഡിംഗ് ആണ്. വജൈനൽ ബ്ലീഡിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ സഡൻ ഇൻ ഓൺസെറ്റ്, പെയിൻലെസ്, അതായത് പെട്ടെന്നായിരിക്കും വരുന്നത്, പക്ഷേ വേദനയൊന്നും ഉണ്ടാകില്ല. റിവീൽഡ് ബ്ലീഡിംഗ് ആയിരിക്കും, അതായത് ഫ്രഷ് ബ്ലഡ് ആയിരിക്കും വരുന്നത്. ഈ ബ്ലീഡിങ് നടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ബ്രൈറ്റ് റെഡ് ഓർ ഡാർക്ക് കളേർഡ് ആയിരിക്കും ഈ ഒരു ബ്ലഡ്. പിന്നെ അൺറിലേറ്റഡ് ടു ആക്ടിവിറ്റി, അതായത് ഈ ഒരു ബ്ലഡ് വരാൻ അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യണമെന്നൊന്നുമില്ല. ഇനി അടുത്തത് സൈൻസ് ആണ്. ജനറൽ കണ്ടീഷൻ, അനീമിയ തുടങ്ങിയവയൊക്കെ വിസിബിൾ ബ്ലഡ് ലോസിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അതായത് ബ്ലഡ് ലോസ് നല്ലോണം ഉണ്ടെങ്കിൽ അനീമിയയുടെ സിംറ്റംസ് ഒക്കെ അല്ലെങ്കിൽ സൈൻസ് ഒക്കെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങും. ഇനി അബ്ഡോമിനൽ എക്സാമിനേഷൻ ചെയ്യുകയാണെങ്കിൽ യൂട്രസ് എങ്ങനെയായിരിക്കും? യൂട്രസ് ഫീൽസ് റിലാക്സ്ഡ് ആൻഡ് സോഫ്റ്റ്. യൂട്രസ് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും കാണപ്പെടും അല്ലെങ്കിൽ അനുഭവപ്പെടും. ഹെഡ് ഈസ് ഫ്ലോട്ടിംഗ് ഇൻ കോൺട്രാസ്റ്റ് പീരിയഡ് ഓഫ് ജസ്റ്റേഷൻ. ജസ്റ്റേഷൻ പീരീഡിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ഒരു ഹെഡ് ഫ്ലോട്ട് ചെയ്യും. ഫീറ്റൽ ഹേർട്ട് സൗണ്ട് ഈസ് യൂഷ്വലി പ്രസൻറ്റ്. സാധാരണ രീതിയിൽ ഫീറ്റൽ ഹേർട്ട് സൗണ്ട് ഒക്കെ പ്രസൻറ്റ് ആയിരിക്കും. അടുത്ത സൈന് വജൈനൽ ഇൻസ്പെക്ഷൻ ചെയ്യുകയാണെങ്കിൽ പ്ലാസന്റ ഈസ് ഫെൽറ്റ് ഓൺ ദി ലോവർ സെഗ്മെന്റ്. ലോവർ സെഗ്മെന്റിൽ പ്ലാസന്റ കാണപ്പെടും. ഇനി മെറ്റേണൽ കോംപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ
ഡ്യൂറിങ് പ്രഗ്നൻസിയുടെ ടൈമിൽ ആന്റിപാർട്ടം ഹെമോറേജ് ഉണ്ടാകും, മാൽപ്രസന്റേഷൻ ഉണ്ടാകും, പ്രീമെച്യൂർ ലേബർ ഉണ്ടാകും. അടുത്തത് ഡ്യൂറിങ് ദി ലേബർ ഉണ്ടാകുന്ന മെറ്റേണൽ കോംപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഏർലി റപ്ചർ ഓഫ് മെംബ്രെയിൻ, ROM നേരത്തെ സംഭവിക്കും. പിന്നെ കോഡ് പ്രൊലാപ്സ് ഉണ്ടാകും, സ്ലോ ഡയലറ്റേഷൻ ഓഫ് ദി സെർവിക്സ് മെല്ലിനെ ഡയലേറ്റ് ആകത്തുള്ളൂ, ഇൻട്രാപാർട്ടം ഹെമോറേജ് ഉണ്ടാകും. ഇനി പർപ്യൂരിയം പീരീഡിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ, പർപ്യൂരിയം എന്താണെന്ന് അറിയാത്തവർ നമ്മുടെ മുമ്പിലത്തെ വീഡിയോ നോക്കുക. ഓക്കെ, ഇതിൽ പോസ്റ്റ് പാർട്ടം ഹെമോറേജ് ഉണ്ടാകും, റിട്ടേൺഡ് പ്ലാസെന്റ ഉണ്ടാകും, സബ് ഇൻവല്യൂഷൻ ഉണ്ടാകും. ഇപ്പോഴും നമ്മൾ നോക്കിയത് മെറ്റേണൽ കോംപ്ലിക്കേഷൻ ആണ്. ഇനി ഫീറ്റൽ കോംപ്ലിക്കേഷൻ, ലോ ബർത്ത് വെയിറ്റ്, ജനനഭാരം വളരെ കുറവായിരിക്കും, ആസ്ഫിക്സി ഉണ്ടാകും, ഇൻട്രാ യൂട്രൈൻ ഡെത്ത് വരെ സംഭവിക്കാം. ഇനി ഡയഗ്നോസിസ് നോക്കുകയാണെങ്കിൽ പ്ലാസെന്റോഗ്രാഫി ചെയ്യാം. അതിൽ വരുന്നതാണ് സോണോഗ്രാഫി, കളർ ഡോപ്ലർ ഫ്ലോ സ്റ്റഡി, മാഗ്നറ്റിക് റെസൊണൻസ്, പിന്നെ വജൈനൽ എക്സാമിനേഷൻ. ഇതൊക്കെ കൊണ്ട് നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റും പ്ലാസെന്റ പ്രീവിയ. ഇനി അടുത്തത് പ്രിവെൻഷൻ ഓഫ് പ്ലാസെന്റ പ്രീവിയ. എങ്ങനെ പ്ലാസെന്റ പ്രീവിയയെ തടയാൻ പറ്റും? നമുക്ക് ഈ ഒരു പ്ലാസെന്റ പ്രീവിയയുടെ റിസ്കിനെ മിനിമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്ന് അഡിക്വേറ്റ് ആന്റിനാറ്റൽ കെയർ പ്രൊവൈഡ് ചെയ്യുക, രണ്ടാമത്തത് സിഗ്നിഫിക്കൻസ് ഓഫ് വാർണിംഗ് ഹെമോറേജ്. ഇനി നമുക്ക് വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പേഷ്യൻറ്റിന് ബെഡ് റെസ്റ്റ് നൽകുക, അബ്ഡോമിനൽ എക്സാമിനേഷൻ ചെയ്യുക, വജൈനൽ എക്സാമിനേഷൻ ചെയ്യരുത്. ഓക്കെ, ചെയ്യാൻ പാടില്ല വജൈനൽ എക്സാമിനേഷൻ, റപ്ചർ ആകാനുള്ള സാധ്യതയുണ്ട്. ട്രാൻസ്ഫർ ടു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുക. ഇനി ഇമ്മീഡിയറ്റ് അറ്റൻഷനിൽ വരുന്ന എന്തൊക്കെയാണ് പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ? ടു എൻഷോർ അഡിക്വേറ്റ് ബ്ലഡ് സപ്ലൈ ടു എ വുമൺ ആൻഡ് ഫീറ്റസിനും വുമണിനും അഡിക്വേറ്റ് ആയിട്ടുള്ള ബ്ലഡ് സപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ത്രീയെ പെട്ടെന്ന് തന്നെ ബെഡിലേക്ക് കിടത്തുക, സൈഡ് ലൈൻ പൊസിഷനിൽ. ഓക്കെ, എ ലാർജ് ബോർ IV cannula ഈസ് സൈറ്റഡ് ആൻഡ് ഇൻഫ്യൂഷൻ ഓഫ് നോർമൽ സലൈൻ. ഒരു ലാർജ് ബോർ IV cannula ഇട്ടിട്ട് ഈ ഒരു നോർമൽ സലൈൻ ഇൻഫ്യൂസ് ചെയ്യുക. പിന്നെ ജെന്റിലായിട്ട് അബ്ഡോമിനൽ പാൽപേഷൻ നടത്തുക. ഇനി സ്കീം ഓഫ് മാനേജ്മെന്റ്, എല്ലാ ആന്റിപാർട്ടം ഹെമറേജ് ഉള്ള പേഷ്യൻസിനെയും അഡ്മിറ്റ് ചെയ്യണം. അഡ്മിറ്റ് ചെയ്തിട്ട് ജനറൽ ആൻഡ് അബ്ഡോമിനൽ എക്സാമിനേഷൻ നടത്തണം. ക്ലിനിക്കൽ അസസ്മെന്റ് ഓഫ് ബ്ലഡ് ലോസിന്റെ ക്ലിനിക്കൽ അസസ്മെന്റ് നടത്തുക. റിസസിറ്റേഷൻ ഇഫ് നെസസറി, റിസസിറ്റേറ്റ് ചെയ്യുക. പിന്നെ ലോക്കലൈസേഷൻ ഓഫ് പ്ലാസെന്റ ഏത് ടൈപ്പാണ്, എവിടെയാണ് ഉള്ളതെന്ന് ലോക്കലൈസ് ചെയ്യുക. അഡ്മിറ്റ് ചെയ്തിട്ടാകുമ്പോഴേ 2 ടൈപ്പ് മാനേജ്മെന്റ് ആണുള്ളത്, എക്സ്പെക്ടന്റ് മാനേജ്മെന്റും ആക്റ്റീവ് ഇന്റർഫിയറൻസും. നമുക്ക് ആദ്യം എക്സ്പെക്ടന്റ് മാനേജ്മെന്റ് എന്താണെന്ന് നോക്കാം. 37ാമത്തെ ആഴ്ച വരെ നമ്മൾ എക്സ്പെക്ടന്റ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ക്യാരി ഔട്ട് ചെയ്യും. ഇതിന്റെ എയിം അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ മെറ്റേണൽ ഹെൽത്ത് കോംപ്രമൈസ് ചെയ്യാതെ തന്നെ ഫീറ്റൽ മെച്യൂരിറ്റി എത്തുന്നത് വരെ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പെക്ടന്റ് മാനേജ്മെന്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇൻഡിക്കേഷൻസ് ആണ്. ആക്റ്റീവ് ബ്ലീഡിങ് ഉണ്ടാകാൻ പാടില്ല, പേഷ്യൻ്റ് ഹീമോഡൈനാമിക്കലി സ്റ്റേബിൾ ആയിരിക്കണം, ഫീറ്റൽ ഹേർട്ട് സൗണ്ട് ഗുഡ് ആയിരിക്കണം, CTG-reactive ഫീറ്റേഴ്സ് ആയിരിക്കണം. ഇനി ഇന്റർവെൻഷൻസ് നോക്കുകയാണെങ്കിൽ ബെഡ് റെസ്റ്റ് നൽകുക, പീരിയോഡിക് ഇൻസ്പെക്ഷൻ ഓഫ് വൾവൽ പാഡ്സ് പീരിയോഡിക്കലി ഇൻസ്പെക്ട് ചെയ്യുക. പിന്നെ പേഷ്യൻ്റ് അനീമിക് ആണെങ്കിൽ സപ്ലിമെൻ്ററി ഹെമറ്റ്സ് നൽകുക, യൂസ് ഓഫ് ടോക്കോലൈറ്റിക്സ്, പിന്നെ RH ഇമ്യൂണോഗ്ലോബുലിൻ ടു ഓൾ RH നെഗറ്റീവ് വുമൺ. അത് നോർമൽ ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, ഇപ്പോഴും നമ്മൾ എക്സ്പെക്ടന്റ് മാനേജ്മെന്റ് ആണ് നോക്കിയത്. ഇനി ആക്റ്റീവ് മാനേജ്മെന്റ്, വജനൽ ഡെലിവറിയും ഉണ്ട്, സിസേറിയൻ ഡെലിവറിയും ഉണ്ട്. ഓക്കെ, പ്ലാസെന്റൽ എഡ്ജസ് വിത്തിൻ 2 സെന്റിമീറ്റർ ഫ്രം ദി ഇന്റേണൽ ഓസ്, അതായത് ഇന്റേണൽ ഓസ് നിന്ന് 2 സെന്റിമീറ്ററിന് ഉള്ളിലാണ് പ്ലാസെന്റയുടെ എഡ്ജ് എങ്കിൽ ഇൻ ദിസ് കേസ് നോ ഇന്റേണൽ എക്സാമിനേഷൻ ഈസ് പെർഫോംഡ് ആൻഡ് സിസേറിയൻ സെക്ഷൻ ഈസ് കൺസിഡേർഡ് ആസ് ദ ബെസ്റ്റ് ചോയ്സ്. ഈ ഒരു 2 സെന്റിമീറ്ററിന് ഉള്ളിലാണ് പ്ലാസെന്റ എങ്കിൽ നമ്മൾ സിസേറിയൻ സെക്ഷനാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്, അതാണ് ബെസ്റ്റ് ചോയ്സ്. ഇനി ഇപ്പോഴും ഇന്റേണൽ സെർവിക്കൽ ഓസ് നിന്ന് 2 മുതൽ 3 സെന്റിമീറ്റർ അകലെയാണ് പ്ലാസെന്റൽ എഡ്ജെങ്കിലോ ആദ്യം നമ്മൾ OTയിൽ വെച്ചിട്ട് ഇന്റേണൽ എക്സാമിനേഷൻ നടത്തും. അതിനുശേഷം ഓക്സിറ്റോസിൻ ഉപയോഗിച്ചോ ഉപയോഗിക്കാതെയോ ARM ചെയ്യും, ആർട്ടിഫിഷ്യൽ റപ്ചർ ഓഫ് മെമ്പറി, നമ്മൾ തന്നെ പൊട്ടിച്ചളയും. അങ്ങനെയാണെങ്കിൽ 2 പോസിബിലിറ്റീസ് ആണ്. ഒന്ന് സാറ്റിസ്ഫാക്ടറി പ്രോഗ്രസ് ഓഫ് ലേബർ, അതായത് ലേബർ സാറ്റിസ്ഫാക്ടറി ലെവലിൽ പ്രോഗ്രസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വജൈനൽ ഡെലിവറി ചെയ്യും. ഇനിയിപ്പോഴും ബ്ലീഡിങ് കണ്ടിന്യൂ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നോ ലേബർ ഇനീഷ്യേഷൻ, നമ്മൾ സ്വേയിലേക്ക് കടക്കും. ഹലോ ഗായ്സ്, അപ്പോഴും ഇതൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക്. നമ്മൾ പ്ലാസെന്റ പ്രീവിയനെ പറ്റിയിട്ടുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ട് ഓൾമോസ്റ്റ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സ് കമൻറ്റ് ചെയ്യുക. ഇതൊക്കെയാണ്. ടാറ്റാ ബൈ, സീ യു.